Hi friends, this is Dr. Anu here. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അനാറ്റമി തന്നെയാണ്, മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ. മാസ്റ്റിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ന് പേടിക്കേണ്ട പാടില്ല. ഓക്കെ, മാസ്റ്റിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ ആഹാരം കഴിക്കില്ലേ, അപ്പോൾ ചൂയിങ്ങിന് സഹായിക്കുന്ന മസിൽസ് ആണ് മാസ്റ്റിക്കേഷൻ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം, പിന്നെ വിൽ കം ബാക്ക് ടു ഇറ്റ്. Ramu's jaw got locked while yawning. രാമു ഇങ്ങനെ യോൺ ചെയ്തപ്പോൾ ആളുടെ ജോ എന്ത് പറ്റി? ലോക്കായിപ്പോയി. ആൾക്ക് നന്നായിട്ട് തുറക്കാനും പറ്റുന്നില്ല, അടയ്ക്കാനും പറ്റുന്നില്ല, ഇങ്ങനെ അങ്ങ് ലോക്കായിപ്പോയി. സോ വിച്ച് മസിൽ അറ്റാച്ച്ഡ് ടു ദി ആർട്ടിക്കുലർ ഡിസ്ക് ഓഫ് ദി ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കണ്ടീഷൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതാണ്: മാസറ്റർ, ടെമ്പോറാലിസ്, ലാറ്ററൽ ടെറിഗോയിഡ്, മീഡിയൽ ടെറിഗോയിഡ്. ഇതിൻ്റെ ആൻസർ നമുക്ക് ഉടനെ കണ്ടെത്താം. ഓക്കെ, ഫസ്റ്റ്, വാട്ട് ആർ ദ മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ? നമ്മൾ ച്യൂ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ഏതൊക്കെയാണ്? ആദ്യമേ പേര് പഠിക്കാം. ടെമ്പോറാലിസ് ഉണ്ട്, മാസറ്റർ ഉണ്ട്, ലാറ്ററൽ ടെറിഗോയിഡ്, മീഡിയൽ ടെറിഗോയിഡ്. ഈ അവസാനത്തെ തേർഡും ഫോർത്തും ഒക്കെ വയനകത്തുള്ളതാണ്. പക്ഷേ ഈ ടെമ്പോറാലിസ് ഒക്കെ നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് ഇതാ ഇങ്ങനെ കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞുതരാം, ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ടെമ്പോറാലിസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, മാസറ്റർ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യമേ ടെമ്പോറാലിസ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ ഇതാണ് നമ്മുടെ ടെമ്പോറാലിസ് മസിൽ. ഇത് സ്കളിൽ ഞാൻ സൈഡിൽ കൂടെ ഒരാളെ നോക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ടെമ്പോറാലിസ് മസിൽ. ഓക്കെ, ഈ പിക്ചർ നോക്കിയാൽ ഇതാണ് ടെമ്പോറാലിസ് മസിൽ. നൗ ഈ ടെമ്പോറാലിസ് മസിൽ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? സി, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ടെമ്പോറൽ ഫോസ. നമുക്കിവിടെ ഒരു ഡിപ്രഷൻ ഉണ്ട്, കോൾഡ് എസ് ടെമ്പോറൽ ഫോസ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എൻഡ് ചെയ്യുന്ന എവിടെയെന്ന് അറിയോ? മാൻഡിബിളിലാണ്. ഇതാണ് നമ്മുടെ, ഒബ്വിയസ്ലി ദിസ് ഇസ് എ മാൻഡിബിൾ. മാൻഡിബിളിന്റെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഇത് വന്ന് ഈ മസിൽ വന്ന് ഇൻസേർട്ട് ചെയ്യുന്നത് മാൻഡിബിളിന്റെ റാമസിലും കോറോനോയിഡ് പ്രോസസ്സിലുമാണ്. ഓക്കെ, റാമസിലും കോറോനോയിഡ് പ്രോസസ്സും. ഇതെന്താണ് ഈ റാമസും കോറോനോയിഡ് പ്രോസസ്സും? നമുക്ക് മാൻഡിബിളിന്റെ മേജർ പാർട്സ് പഠിക്കാം. ഇത് നോക്കിക്കേടാ, ഇതാണ് മാൻഡിബിൾ. ഈ മാൻഡിബിളിൽ നിങ്ങൾ രണ്ട് ഇങ്ങനെ കൂർത്ത പോലെ സംഭവം കണ്ടോ? ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ, ഈ ഭാഗത്തിനെയാണ് നമ്മൾ കോറോനോയിഡ് പ്രോസസ് എന്ന് പറയാം. കോറോനോയിഡ് പ്രോസസ്. ഇതാണ് കോണ്ടൈലാർ പ്രോസസ്. കോണ്ടൈലാർ പ്രോസസ്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ വേറെ കളർ എടുക്കാം. ഞാൻ ഈ ബ്ലാക്ക് കളറിൽ വരച്ചേക്കുന്നത് ഇതാണ് നമ്മുടെ കോറോനോയിഡ് പ്രോസസ് മാൻഡിബിളിന്റെ. ഞാൻ ഈ റെഡ് കളറിൽ വരയ്ക്കുന്നത് ഈ ഭാഗം. ഓക്കെ, ഈ ഒരു പ്രൊജക്ഷൻ രണ്ട് സൈഡിലും, അതിനെയാണ് നമ്മൾ കോണ്ടൈലാർ പ്രോസസ് എന്ന് പറയാം. ഓക്കെ, നൗ ഈ ഭാഗം കണ്ടോ? ഇതാണ് നമ്മുടെ റാമസ് ഓഫ് ദ മാൻഡിബിൾ. റാമസ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ഈ ഭാഗമാണ് ബോഡി ഓഫ് ദ മാൻഡിബിൾ. ഇത്രയും മനസ്സിലായല്ലോ? ഈ പിക്ചറും കൂടെ നോക്കിക്കേ. മാൻഡിബിൾ, ഇത് കോറോനോയിഡ് പ്രോസസ്, ഇവിടെ ഉള്ളത് കോണ്ടൈലാർ പ്രോസസ്. ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് റാമസ് ഓഫ് ദ മാൻഡിബിൾ, പിന്നെ ഇതാണ് ബോഡി ഓഫ് ദ മാൻഡിബിൾ. റൈറ്റ്? ഒന്നും കൂടെ see guys, this is a coronoid process അല്ലേ? ഇതെന്താടാ? ഈ ഭാഗം എന്താ? അതാണ് നമ്മുടെ കോണ്ടൈലർ പ്രോസസ് ഓഫ് ദ മാൻഡിബിൾ. ഓക്കെ, ഇതാണ് റേമസ്, ആൻഡ് ദെൻ ദർ ഇസ് ദ ബോഡി ഓഫ് ദ മാൻഡിബിൾ. ഓക്കെ, ദിസ് ഇസ് ദി ആംഗിൾ ഓഫ് ദ മാൻഡിബിൾ. ഒരു ആംഗിൾ കണ്ടോ? ദിസ് ഇസ് ദി ആംഗിൾ ഓഫ് ദ മാൻഡിബിൾ. ഫൈൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ടെമ്പോറാലിസ് മസിലാണ്. അത് ഒറിജിനേറ്റ് ചെയ്യുന്ന നമ്മുടെ ടെമ്പോറൽ ഫോസേന്നാണ്. ഇവിടെ ടെമ്പോറൽ ഫോസ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് അത് എൻഡ് ചെയ്യുന്ന എവിടെയാണോ? നമ്മുടെ മാൻഡിബിളിലാണ്. ഓക്കെ, നൗ ഇനിയിപ്പോൾ ഞാൻ രണ്ട് ബോൺസ് വരയ്ക്കുന്നേ. ഞാനിവിടെ രണ്ട് ബോൺ വരച്ചിട്ടുണ്ട്. ബോൺ 1, ബോൺ 2. ജസ്റ്റ് റാൻഡം രണ്ട് ബോൺസ്. ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തരണം. ഈ ബോൺസ് ഞാൻ അതിൻ്റെ മണ്ടയിൽ ഞാൻ ഈ വരയ്ക്കുന്നതാണ് ഒരു മസിൽ. ഓക്കെ, ഇനി ഈ മസിൽ കോൺട്രാക്ട് ചെയ്താൽ, ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അത് ഷോർട്ട് ആവുകയാണ്. ഓക്കെ, അതറിയാലോ. when a muscle contracts it becomes short, അതിന്റെ ലെങ്ത് കുറയും അല്ലേ? അപ്പോൾ ഈ മസിൽ ലെറ്റ് us say അത് കോൺട്രാക്ട് ചെയ്യാന്ന് വെച്ചോ. ഓക്കെ, ഈ മസിൽ
ചെയ്യുമ്പം ഏത് ബോണിലായിരിക്കും? ഭയങ്കര ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ വീഡിയോയിൽ. ഈ മസിൽ ഞാൻ പതുക്കെ പറയാം, അതാകുമ്പം അത്രയും ഡിലേ ആവത്തില്ല. ഓക്കെ, അപ്പോൾ ഈ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇതിൽ ബോൺ 1 ആണോ ബോൺ 2 ആണോ മൂവ്മെന്റ് ഉണ്ടാവുക? ഓക്കെ, ഐ എം ടെല്ലിങ് യു. ഈ ഇപ്പൊ 2 ബോൺസ് ഞാൻ വരച്ചല്ലോ. ഈ ബോൺ 1ൽ നിന്നാണ് ഈ മസിലിന്റെ ഒറിജിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. ഈ ബോൺ 2ലാണ് ഈ മസിലിന്റെ ഇൻസേർഷൻ. ഇത്ര ഇൻഫർമേഷൻ ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇനി ഞാൻ പറയാണ് ഈ മസിൽ കോൺട്രാക്ട് ചെയ്യാണ്. ഈ മസിൽ കോൺട്രാക്ട് ചെയ്യാണ്, ഏത് ബോൺ ആയിരിക്കും മൂവ് ചെയ്യുക? അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതിനെ പുള്ള് ചെയ്ത് ഇറ്റ് വിൽ പുൾ എ ബോൺ. ഓക്കെ, അലോങ് വിത്ത് ഇറ്റ്. അത് ഏത് ബോണാന്ന് ചോദിച്ചാൽ അത് ഏത് ബോണിലേക്കാണോ ഇൻസേർട്ട് ചെയ്യുന്നത് ആ ബോണിനെ അതിൻ്റെ അടുത്തേക്ക് അത് പുള്ള് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേടാ, ഈ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ബോൺ 2ലേക്കാണ് അതിൻ്റെ ഇൻസേർഷൻ എന്ന് ഞാൻ പറയുകയാണ്. അങ്ങനാണെങ്കിൽ ഈ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പം ഈ ബോൺ 2 ആണ് എന്ത് ഇങ്ങോട്ട് മേലോട്ടാവുന്നത്. ഓക്കെ, ഓർ ഐ മീൻ ആ മസിലിന്റെ കോൺട്രാക്ഷൻ ഡയറക്ഷനിലേക്ക് ബോണിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നത് ബോൺ 2ൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ നോക്കിക്കാളെ, ദർ ഇസ് എ മസിൽ ഹിയർ. ആ മസിലിന്റെ ഒറിജിൻ എവിടെയാണ്? ഇൻസേർഷൻ എവിടെയാണ്? ഓക്കെ, അപ്പോൾ ആ മസിൽ, ഇതാണ് മസിൽ. ഓക്കെ, ആ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാണോ ഇൻസേർഷൻ ആ ബോണിനെ അതിൻ്റെ അടുത്തേക്ക് അത് പുള്ളി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു മസിലുണ്ട്. ഓക്കെ, അതിൻ്റെ ഒറിജിൻ ഇവിടെ, ഇൻസേർഷൻ ഇവിടെ. സോ വെൻ ദിസ് മസിൽ കോൺട്രാക്ട്സ്, ഓക്കെ, ഈ ഭാഗം, ഈ ബോണിലാണല്ലോ ഇൻസേർഷൻ, ഈ ബോൺ എന്ത് പറ്റും? ഇറ്റ് വിൽ മൂവ് അപ്വേർഡ്. ആ മസിൽ കോൺട്രാക്ഷന്റെ ഡയറക്ഷനിലേക്ക് ബോൺ മൂവ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, സോ ഇവിടെ ഞാൻ പറഞ്ഞു ഈ മസിൽ എവിടെയാണ് ഇൻസേർഷൻ? മാൻഡിബിളിലാണ്. അപ്പൊ ഈ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ മാൻഡിബിളിലാണ് മൂവ്മെന്റ്സ് വരിക. ഇത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സോ സി, ടെമ്പോറാലിസിന്റെ ഫങ്ഷൻ എന്താണ്? ഓക്കെ, see this is a temporalis muscle. ഈ ടെമ്പോറാലിസ് മസിലിന് 3 തരത്തിലുള്ള ഫൈബേഴ്സ് ഉണ്ട്. എന്താ? 3 തരത്തിലുള്ള ഫൈബേഴ്സ് ഉണ്ട്. ഇതാണ് അതിന്റെ വെർട്ടിക്കൽ ഫൈബേഴ്സ്. ഞാൻ വീന്ന് എഴുതുന്നു, ഷോർട്ട് ഫോംസ് ആണ് എല്ലാം എഴുതുന്നത്. അപ്പം വെർട്ടിക്കൽ ഫൈബേഴ്സ് ഉണ്ട്, സ്ട്രെയിറ്റ് ഫൈബേഴ്സ് ഉണ്ട്. പിന്നുള്ളത് അതിന് ഒബ്ലീക്ക് ഫൈബേഴ്സ് ഉണ്ട്, അതായത് കുറച്ച് ചരിഞ്ഞുള്ള ഫൈബേഴ്സ് ഉണ്ട്. പിന്നുള്ളത് പോസ്റ്റീരിയർ ഫൈബേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോസ്റ്റീരിയർ വശത്തേക്ക് പോകുന്ന ഫൈബേഴ്സ് ഉണ്ട്. നമ്മുടെ തലയുടെ പോസ്റ്റീരിയർ വശത്തേക്ക് പോകുന്ന ആ ഡയറക്ഷനിൽ പോകുന്ന ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ, ടെമ്പോറാലിസിന് ഇറ്റ് ഹാസ് ഗോട്ട് 3 kinds ഓഫ് മസിൽ ഫൈബേഴ്സ്. ഒന്നെന്താണ്? വെർട്ടിക്കൽ. ഓക്കെ, ഇങ്ങനെ ദിസ് ഇസ് വെർട്ടിക്കൽ. പിന്നുള്ളത് ഒബ്ലീക്ക് ഫൈബേഴ്സ്, പിന്നെ പോസ്റ്റീരിയർ ഫൈബേഴ്സ്. നൗ സീ ഗൈസ്, ലുക്ക് ഹിയർ. ഈ വെർട്ടിക്കൽ ഫൈബേഴ്സും ഓക്കെ ഒബ്ലീക്ക് ഫൈബേഴ്സും കൂടെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഈ ഭാഗം, ഈ മസിലും ഐ മീൻ ഈ മസിൽ ഫൈബേഴ്സ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ മാൻഡിബിളിനെ എന്ത് ചെയ്യുന്നറിയോ? ഇറ്റ് വിൽ പുൾ ദ മാൻഡിബിൾ അപ്പ്, ഇങ്ങനെ എലിവേഷൻ. ഓക്കെ, സോ ഈ വെർട്ടിക്കൽ ആൻഡ് ഒബ്ലീക്ക് ഫൈബേഴ്സ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കോസ് എലിവേഷൻ ഓഫ് ദ മാൻഡിബിൾ. ഓക്കെ, ഇനി ഞാൻ ഈ റെഡ് വരച്ചേക്കുന്നതാണ് പോസ്റ്റീരിയർ ഫൈബേഴ്സ്. ഈ പോസ്റ്റീരിയർ ഫൈബേഴ്സ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാൻഡിബിളിനെ എന്ത് ചെയ്യടാ? പോസ്റ്റീരിയർ വശത്തേക്കാണ് ആ ഫൈബേഴ്സ് പോകുന്നത്. അപ്പോൾ ഈ മാൻഡിബിളിനെ ബാക്കിലേക്ക് അത് പുള്ളി ചെയ്യും. സോ ദിസ് കോസസ് റിട്രാക്ഷൻ ഓഫ് ദ മാൻഡിബിൾ. റിട്രാക്ഷൻ അറിയോ മാൻഡിബിൾസിന്റെ? ഐ എം ഷുവർ യു ഗൈസ് നോ ബട്ട് ബിക്കോസ് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ എപ്പോഴും സാറുമാർ ചോദിക്കുന്നത് പ്രൊട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ. ഓക്കെ, റിട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, എന്ന് വെച്ചാൽ ഈ ജോ ഞാൻ ബാക്കിലോട്ട് ആക്കുന്നതാണ് റിട്രാക്ഷൻ. ഫോട്ടോ ഉണ്ടാവുമല്ലോ ഇവിടെ, നോക്കിയേ. പ്രൊട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ. റിട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ പോസ്റ്റീരിയർ ഫൈബേഴ്സ് ഓഫ് ദ ടെമ്പോറാലിസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാൻഡിബിളിനെ അത് ബാക്കിലേക്ക് പുള്ളി. ഓക്കെ, അപ്പോൾ അതിനെയാണ് റിട്രാക്ഷൻ എന്ന് പറയുക. ഒന്നും കൂടെ, ആൻറ്റീരിയർ ആൻഡ് മിഡിൽ ഫൈബേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വെർട്ടിക്കൽ ആൻഡ് ഒബ്ലീക്ക് ഫൈബേഴ്സ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് കോസസ് എലിവേഷൻ ഓഫ് ദ മാൻഡിബിൾ. ആൻഡ് പോസ്റ്റീരിയർ ഫൈബേഴ്സ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് കോസസ് റിട്രാക്ഷൻ ഓഫ് ദ മാൻഡിബിൾ. ഇത്രയും മനസ്സിലായോ? ഓക്കെ, അടുത്തത് നമ്മൾ മാസെറ്ററിനെ പറ്റി പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഏതാണ് മാസെറ്റർ? ഇതാ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൈവച്ച് നോക്കിയേ. നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചൂ ചെയ്യുമ്പോൾ
ആ ഒരു മസിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതാണ് masseter. ഓക്കെ, masseter is the strongest muscle of the body. And see here guys, this skullന്റെ lateral view ആണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ masseter. Masseterന്റെ see this picture again, this is a masseter. Okay, now masseter എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ it starts from the zygomatic arch. It starts from the zygomatic arch and അത് എൻഡ് ചെയ്യുന്ന എവിടുന്ന, അത് ഇൻസേർട്ട് ചെയ്യുന്ന എവിടുന്നാന്ന് ചോദിച്ചാൽ masseter ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് മാൻഡിബിളിന്റെ റാമസിലാണ്. ഓക്കെ, സോ ഒറിജിൻ എവിടെ നിന്നാണ്? സൈഗോമാറ്റിക് ആർച്ചിൽ തുടങ്ങി അത് മാൻഡിബിളിന്റെ റാമസിൽ ചെന്ന് ഇൻസേർട്ട് ചെയ്യുന്നു. നൗ റിമെമ്പർ ദിസ് masseter, ഇതിന് രണ്ട് തരത്തിലുള്ള മസിൽ ഫൈബേഴ്സ് ഉണ്ടടാ. രണ്ട് തരത്തിലുള്ള മസിൽ ഫൈബേഴ്സ് ഉണ്ട്. സോ ഇവിടെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതാണ് അതിൻ്റെ സൂപ്പർഫിഷ്യൽ മസിൽ ഫൈബർ, പുറത്തുള്ള സൂപ്പർഫിഷ്യൽ മസിൽ ഫൈബർ. ഇതിൻ്റെ അകത്ത് ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഈ ഭാഗം ഓക്കെ, ഇതിനെയാണ് ഡീപ്പ് മസിൽ ഫൈബേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ ഇത് എന്താണ്? സൂപ്പർഫിഷ്യൽ മസിൽ ഫൈബർ. നിങ്ങൾ ഈ കാണുന്ന ഭാഗം അതാണ് ഡീപ്പ് മസിൽ ഫൈബർ. അപ്പോൾ ഈ രണ്ട് മസിൽ ഫൈബേഴ്സും കൂടെ, സൂപ്പർഫിഷ്യലും ഡീപ്പും കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യും. ഓക്കെ, ക്രോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ masseter is an example of cruciate muscle. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് ഉണ്ട്. ക്രൂഷ്യേറ്റ്, പെന്നേറ്റ്, പാരലൽ, ട്വിസ്റ്റഡ്, സ്പൈറൽ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അത് masseter ഏത് തരത്തിലുള്ള മസിലാണ് എന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് അത് ക്രൂഷ്യേറ്റ് മസിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഒന്നും കൂടെ നോക്കിയേ, ഇത് അതിൻ്റെ സൂപ്പർഫിഷ്യൽ പാർട്ട് ഓഫ് ദ മസിലാണ്. ഈ ഭാഗം എന്താണ്? അതിൻ്റെ ഡീപ്പ് പാർട്ടാണ്. അപ്പോൾ ഈ സൂപ്പർഫിഷ്യൽ പാർട്ടും ഡീപ്പ് പാർട്ടും കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ക്രൂഷ്യേറ്റ് മസിൽ എന്ന് വിളിക്കുക. ഓക്കെ, ഫൈൻ. നൗ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് masseter? So here, now when this masseter contracts, okay, ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റൂടാ? നമ്മുടെ ജോയിനെ ഇത് ക്ലോസ് ചെയ്യും. ഇങ്ങനെയുള്ളൊരു വായിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ലാഗ് ആവുന്നുണ്ട് കേട്ടോ. സോ masseter ഹെൽപ്സ് ഇൻ ക്ലോഷർ ഓഫ് ദ ജോ. എനിക്ക് ജോ അടയ്ക്കണമെങ്കിൽ you need masseter, so it helps in closure of the jaw. Okay, now moving on to lateral pterygoid and medial pterygoid. അതായത് അകത്തുള്ള, നമ്മുടെ വായിൻ്റെ അകത്തുള്ളതാണ്. സോ നമുക്ക് ഈ ടെമ്പോറാലിസ് masseter ഫീൽ ചെയ്യുന്ന പോലെ ഇത് ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാറ്ററൽ ടെറിഗോയിഡും മീഡിയൽ ടെറിഗോയിഡും സിമ്പിളാണ്. സി ഇതും നമ്മുടെ ലാറ്ററൽ വ്യൂ ആണിത്, സൈഡ് വ്യൂ. നിങ്ങൾ നോക്കിയാൽ മണ്ടയിലത്തേതാ ഈ മസിൽ കണ്ടോ? ഇത് കാണാൻ രണ്ട് മസിൽ പോലെ ഇരിക്കുന്നു, പക്ഷേ ഇത് രണ്ട് മസിലല്ല, ഇത് ഒരു മസിലാണ്. ഞാൻ ഈ ഫുൾ വരച്ചേക്കുന്നതാണ് നമ്മുടെ ലാറ്ററൽ ടെറിഗോയിഡ്. അപ്പോൾ ഇതിനകത്ത് ഈ ഭാഗമാണ് അതിൻ്റെ അപ്പർ ഹെഡ്. ഈ ഭാഗമാണ് അതിൻ്റെ ലോവർ ഹെഡ്. ഓക്കെ, ഒന്നും കൂടെ വരയ്ക്കാം. വി ആർ ലേണിംഗ് അബൌട്ട് ലാറ്ററൽ ടെറിഗോയിഡ് ആൻഡ് മീഡിയൽ ടെറിഗോയിഡ്. ഞാൻ ഈ വരച്ചേക്കുന്നതാണ് ലാറ്ററൽ ടെറിഗോയിഡ്. അതിൻ്റെ ഈ ഭാഗമാണ് അപ്പർ ഹെഡ് ആൻഡ് ഈ ഭാഗമാണ് ലോവർ ഹെഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ലാറ്ററൽ ടെറിഗോയിഡും നമ്മുടെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റുമായിട്ട് വെരി ക്ലോസ്ലി കണക്റ്റഡ് ആണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് നോട്ട് ഇട്ടോ. ഓക്കെ, ഇനിയും അടുത്ത മസിൽ നോക്കടാ. ഞാൻ ഇത് വരയ്ക്കുന്നത്, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മീഡിയൽ ടെറിഗോയിഡ്. ഓക്കെ, ഇതും രണ്ട് മസിൽ പോലെ നിങ്ങൾക്ക് കാണാം, പക്ഷെ അതല്ല, ഇത് മീഡിയൽ ടെറിഗോയിഡ് ആണ്. മീഡിയൽ ടെറിഗോയിഡിൻ്റെ ഇത്രയും ഭാഗം, ഓക്കെ, അത് സൂപ്പർഫിഷ്യൽ ഫൈബേഴ്സ് ആണ്. എന്താണ്? സൂപ്പർഫിഷ്യൽ ഫൈബേഴ്സ് ആണ്. ആൻഡ് ഈ ഭാഗം കണ്ടോ, ഇത് ഡീപ്പ് ഫൈബേഴ്സ് ആണ് ഓഫ് മീഡിയൽ ടെറിഗോയിഡ്. ഒന്നും കൂടെ പറയാം, ഇത് ഇത്രയാണ് നമ്മുടെ മീഡിയൽ ടെറിഗോയിഡ്. ആൻഡ് ഇതെന്താണ്? അതിൻ്റെ സൂപ്പർഫിഷ്യൽ ഫൈബേഴ്സ് ആണ്. ഇതെന്താ? അതിൻ്റെ ഡീപ്പ് ഫൈബേഴ്സ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറ, ഇതിനകത്ത് ഇത് ഇത്രയും ലാറ്ററൽ ടെറിഗോയിഡ് ആണ്. ഈ ലാറ്ററൽ ടെറിഗോയിഡിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ലാറ്ററൽ ടെറിഗോയിഡ് ആണ്.
ഇതതിൻ്റെ അപ്പർ ഹെഡ്, ഇതതിൻ്റെ ലോവർ ഹെഡ്. ഓക്കെ, ആൻഡ് ഈ കാണുന്നതാണ് മീഡിയൽ ടെറിഗോയിഡ്. ഇത് അതിൻ്റെ സൂപ്പർഫിഷ്യൽ ഫൈബേഴ്സ് ആണ്, അകത്തുള്ളത് ഡീപ്പ് ഫൈബേഴ്സ് ആണ്. ഓക്കെ ഫൈൻ. ഇനിയും ലാറ്ററൽ ടെറിഗോയിഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ പിക്ചർ നോക്കിയാൽ ലാറ്ററൽ ടെറിഗോയിഡിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം DSP. D stands for depressor. നമ്മുടെ ജോയിന്റെ ഡിപ്രസർ. ഇറ്റ് ഈസ് ദ only depressor of the jaw. Lateral pterygoid, it is a only depressor of the jaw. S is for side to side movement. ഇങ്ങനെ സൈഡ് ടു സൈഡ് മൂവ്മെന്റ്. ആക്ച്വലി സൈഡ് ടു സൈഡ് മൂവ്മെന്റിൽ നമ്മൾ ഒരു വശത്തെ ലാറ്ററൽ ടെറിഗോയിഡും മറ്റേ വശത്തെ മീഡിയൽ ടെറിഗോയിഡുമാണ് ആക്ട് ചെയ്യുന്നത്. സോ യു ക്യാൻ സേ സൈഡ് ടു സൈഡ് മൂവ്മെന്റ്, ലാറ്ററൽ ടെറിഗോയിഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ദാറ്റ് അല്ലേ. പിന്നെ P stands for protractor. പ്രൊട്രാക്ഷൻ എന്താണ്? ഞാൻ നേരത്തെ പിക്ചർ കാണിച്ചിട്ട് അതായത് ഇങ്ങനെ ചെയ്യുന്നതാണ് പ്രൊട്രാക്ഷൻ. ഇപ്പോൾ DSP മറക്കല്ലേ. ലാറ്ററൽ ടെറിഗോയിഡിന്റെ ഫംഗ്ഷൻ ഡിപ്രസർ അവർ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ദ only depressor. ഈ മസിൽസിൽ ഏതാണ് വിച്ച് ഇസ് ദ only depressor ഓഫ് ദ ജോ? അതെന്താണ്? നമ്മുടെ ലാറ്ററൽ ടെറിഗോയിഡ് ആണ്. അപ്പം റിമെമ്പർ L for lowers the jaw. ഓക്കെ, ഇറ്റ്സ് എ ഡിപ്രസർ ഓഫ് ദ ജോ. ഫൈൻ. ഇനി അടുത്ത മീഡിയൽ ടെറിഗോയിഡിന്റെ ഫംഗ്ഷൻസ് എന്താണ്? ഈ പിക്ചർ കണ്ടോ? ഇതാണ് അകത്താണ് മീഡിയൽ ടെറിഗോയിഡിന്റെ ഫംഗ്ഷൻസ്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട നിമോണിക് ആണ് EPS. E stands for elevation. ഓക്കെ, ജോയിനെ എലിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. P stands for protraction and S stands for side to side movement. Okay, so yeah, medial pterygoid functions ഇത്രയാണ്. Now guys, what is the nerve supply of these muscles? ഞാനിപ്പോൾ പഠിപ്പിച്ച 4 മസിൽസിൻ്റെയും nerve supply എന്താണ്? അതിൻ്റെ nerve supply ആണ് നമ്മുടെ mandibular nerve. Just 1 minute. Yeah, there was some delay in network. Okay, can't help it. So mandibular nerve ആണ് ഈ മസിൽസിനെ എല്ലാം സപ്ലൈ ചെയ്യുന്നത്. Mandibular nerve, what is that guys? It is a branch of which nerve? It is a branch of trigeminal nerve. ഇവിടെ നമുക്ക് cranial nerves ഉണ്ട്. നമ്മുടെ തലയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന 12 pairs of cranial nerves ഉണ്ട്. അപ്പോൾ അതിൻ്റെ 5th cranial nerve ആണ് trigeminal nerve. ഓക്കെ, ഈ trigeminal nerveന് 3 branches ഉണ്ട്. ഓക്കെ, ഇങ്ങനെ എന്നുവെച്ചാൽ ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഈ റോമൻ നമ്പേഴ്സിലാണ് നമ്മൾ ക്രേനിയൽ നെർവ്സ് എഴുതുന്നത്. ഇങ്ങനെ 1 2 ഓക്കെ 3. സോ അതേപോലെ 5 is the 5th, ഇങ്ങനെയാണ് 5th cranial nerve. അതിൻ്റെ ഫസ്റ്റ് ബ്രാഞ്ചിനെ നമ്മൾ V1 എന്ന് എഴുതും. വി ക്യാൻ കോൾ ഇറ്റ് as V1. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ഒഫ്താൽമിക് നെർവ്. ഓക്കെ, V2 എന്താണ്? ദാറ്റ് ഈസ് ഇവിടെയാണ് മാക്സിലറി നെർവ്. V3 എന്താണ്? മാൻഡിബുലർ നെർവ്. ഓക്കെ, V3 എന്ന് പറഞ്ഞാൽ മാൻഡിബുലർ നെർവ്. സോ ട്രൈജമാനൽ നെർവിന്റെ 3 ബ്രാഞ്ചസ് ആണിത്. അപ്പോൾ അതിൻ്റെ 3rd ബ്രാഞ്ച് മാൻഡിബുലർ നെർവ് ആണ് ഈ മസിൽസിനെ എല്ലാം സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഓൾ ദ മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ. റിമെമ്പർ ദാറ്റ്. ഓക്കെ, വൈവേല് ചോദിക്കാറുണ്ട് എടോ ട്രൈജമാനൽ നെർവ്. സി ദിസ് പിക്ചർ, നമ്മുടെ ട്രൈജമാനൽ ഗാംഗ്ലിയോൺ ആണ്. ഓക്കെ, സോ ട്രൈജമാനൽ നെർവ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ആണ് നമ്മുടെ ഒഫ്താൽമിക് നെർവ്. ഈ റെഡ് കളർ ഏരിയനെ അത് സപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് ബ്രാഞ്ച് എന്താണ്? മാക്സിലറി നെർവ്. ഈ യെല്ലോ കളർ ഏരിയനെ അത് സപ്ലൈ ചെയ്യുന്നു. പിന്നെ 3ാമത്തെ നെർവ് ആണ് എന്ത്? നമ്മുടെ മാൻഡിബുലർ നെർവ്. ഈ ഓറഞ്ച് കളർ ഏരിയനെ മാൻഡിബുലർ നെർവ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദിസ് പിക്ചർ ഓൾസോ ഷോസ് യു ദ സെയിം തിങ്. ട്രൈജമാനൽ നെർവിന് 3 ഡിവിഷൻസ് ഉണ്ട്. ദിസ് ഇസ് ഒഫ്താൽമിക് നെർവ് ഏരിയ, this is a maxillary nerve area, this is a mandibular nerve area. ഇനിയും എടോ മാൻഡിബിൾ, ആ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിനെ പറ്റി ലിറ്റിൽ ബ്രീഫ് യു ഷുഡ് നോ. എങ്കിലേ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. എടാ നോക്കിയേ, യു ക്യാൻ സീ ദാറ്റ് ദിസ് ഇസ് എ സ്കൾ, യു ക്യാൻ സീ ദിസ് ഇസ് എ ടെമ്പോറൽ ബോൺ അല്ലേ? ടെമ്പോറൽ ബോൺ അറിയാലോ. ഓക്കെ, ഈ ടെമ്പോറൽ ബോണിന്റെ താഴെയായിട്ട് നമുക്ക് എന്തുണ്ടടാ?
മാൻഡിബിൾ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ രണ്ടിന്റെയും ഈ ഏരിയനെയാണ് നമ്മൾ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് എന്ന് പറയുക. ഈ ടെമ്പോറൽ ബോണിന്റെ ഭാഗവും മാൻഡിബിളിന്റെ കോണ്ടൈലർ പ്രോസസ്സും കൂടെ ഇരിക്കുന്ന ആ ഭാഗത്തിനെയാണ് എന്ത് വിളിക്കുക? ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആ ജോയിന്റ് കുറച്ച് എൻലാർജ് ചെയ്ത് ഇവിടെ വരച്ചേക്കാണ് കേട്ടോ. ഇവിടെ ഒന്ന് നോക്കിയാൽ ഈസിയാണ് സംഭവം. ഞാൻ ഈ ടോപ്പ് മോസ്റ്റ് ഏരിയയിൽ കാണിക്കുന്നതാണ് നമ്മുടെ ടെമ്പോറൽ ബോൺ. ഇതാണ് ടെമ്പോറൽ ബോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ മാൻഡിബിളിന്റെ കോണ്ടൈലർ പ്രോസസ്. ഈ റെഡ് കളറിൽ ഞാൻ കാണിച്ചേക്കുന്നതാണ് മാൻഡിബിളിന്റെ കോണ്ടൈലർ പ്രോസസ്. എടോ, ഇതിന്റെ നടുക്ക് ക്യാൻ യു ഗൈസ് സീ ഈ ഒരു ഭാഗം കണ്ടോ? ഞാനിപ്പോൾ യെല്ലോ കളറിൽ വരയ്ക്കുന്നത്. അതിനെയാണ് നമ്മൾ ആർട്ടിക്കുലർ ഡിസ്ക് എന്ന് പറയുക, അല്ലെങ്കിൽ ആർട്ടിക്കുലർ സർഫസ്, അല്ലെങ്കിൽ ആർട്ടിക്കുലർ ഡിസ്ക് എന്ന് പറയാം. ഓക്കെ, നൗ ടെൽ മീ ഗൈസ്, ഈ ആർട്ടിക്കുലർ ഡിസ്കിന്റെ ആവശ്യം എന്താ? സി, ഈ ദിസ് ഏരിയ ആർട്ടിക്കുലർ സർഫസ് ഒരു ഫിബ്രോ കാർട്ടിലേജിനസ് ഏരിയ ആണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ കുഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ആർട്ടിക്കുലർ ഡിസ്ക് ഇല്ല, ടെമ്പോറൽ ബോണിന്റെ തൊട്ട് താഴെ മാൻഡിബിളിന്റെ കോണ്ടൈലർ പ്രോസസ് ഇരിക്കുന്നു. അപ്പം നമ്മൾ എപ്പോൾ ചവച്ചാലും സംസാരിച്ചാലും ക്ലെൻച്ച് ചെയ്താലും ടീത്ത് ക്ലെൻച്ച് ചെയ്താലും ഒക്കെ ദർ ഇസ് ഗോയിങ് ടു ബി കോൺസ്റ്റന്റ് ഫ്രിക്ഷൻ. ഈ ടെമ്പോറൽ ബോണും കോണ്ടൈലർ പ്രോസസ്സും തമ്മിൽ കോൺസ്റ്റന്റ് ഫ്രിക്ഷൻ ഉണ്ടാവും, വേർ ആൻഡ് ടേർ ഉണ്ടാവും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും സംസാരിക്കാനോ കഴിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാവും അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ആർട്ടിക്കുലർ സർഫസ് തന്നത്. അപ്പോൾ നമുക്ക് മൂവ്മെന്റ്, ജോയിന്റ് മൂവ്മെന്റ് ഒക്കെ നല്ല ഈസി ആയിട്ട് നടത്താം. ഓക്കെ, സോ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എൻഹാൻസസ് ദ ജോയിന്റ് മൊബിലിറ്റി. ഓക്കെ, നമുക്ക് നന്നായിട്ട് സംസാരിക്കാനും ചെയ്യാനും ഒക്കെ പറ്റും ഈ ആർട്ടിക്കുലർ ഡിസ്ക് കാരണമാണത്. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് ബോണും കൂടെ ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് ദർ ഇസ് ഗോണ ബി വേർ ആൻഡ് ടേർ. നൗ സീ ദിസ് പിക്ചർ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച പിക്ചറാണ്. ഓക്കെ, ഈ മസിൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ഇത് നമ്മുടെ ലാറ്ററൽ ടെറിഗോയിഡ് ആണ്. ഓക്കെ, നൗ നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ദാറ്റ് ദിസ് ആർട്ടിക്കുലർ, ഈ പിക്ചറിനകത്ത് നിങ്ങൾ നോക്കിക്കേ, ഈ മേലത്തെ ഭാഗമാണ് നമ്മുടെ ടെമ്പോറൽ ബോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ കോണ്ടൈലർ പ്രോസസ് ഓഫ് ദ മാൻഡിബിൾ, ഞാൻ താഴെ വരച്ചേക്കുന്നത്. അതിൻ്റെ നടുക്കുള്ള ഈ ഏരിയ കണ്ടോ? നടുക്കുള്ള ഈ ഏരിയ, അതാണ് നമ്മുടെ ആർട്ടിക്കുലർ സർഫസ്. ഓക്കെ, സോ ഇറ്റ്സ് ക്ലിയർലി മെൻഷൻഡ് ഇൻ എ ബുക്സ് ദാറ്റ് നമ്മുടെ ലാറ്ററൽ ടെറിഗോയിഡിന്റെ ഡീജനറേറ്റഡ് ഏരിയ ആണ്, ഡീജനറേറ്റഡ് പാർട്ടാണ് ആർട്ടിക്കുലർ സർഫസ് ആയിട്ട് മാറുന്നത്. ഒന്നും കൂടെ, ഈ ലാറ്ററൽ ടെറിഗോയിഡ് എന്ന് പറഞ്ഞ മസിലിന്റെ ഡീജനറേറ്റഡ് പാർട്ടാണ് ആർട്ടിക്കുലർ സർഫസ് ആയിട്ട് മാറുന്നത്. വെനെവർ ഇപ്പോൾ ഒരാൾ യോൺ ചെയ്യാണ്, അല്ലെങ്കിൽ ഈ ഒരു മസിലിന് എക്സസീവ് ടെൻഷൻ കൊടുക്കുന്ന സമയത്ത്, ഓക്കെ, ദർ ഇസ് എക്സസീവ് പ്രഷർ, ടെൻഷൻ ഉള്ള സമയത്ത് എന്തെന്നറിയോ, ഈ മസില് ദിസ് വിൽ ഡിസ്ലോഡ്ജ് ദി ആർട്ടിക്കുലർ സർഫസ്. ഈ ആർട്ടിക്കുലർ ഡിസ്കിനെ അറിയാതെ അങ്ങ് ഡിസ്ലോഡ്ജ് ചെയ്ത് പോകും. എക്സസീവ് ആയിട്ട് ഈ മസിലിന് ഒരു പ്രഷർ വന്നാൽ, ഇപ്പോൾ ഒരാൾ യോൺ ചെയ്യാണ്, എക്സസീവ് ആയിട്ട് ആ ഒരു മസിലിന് ഇങ്ങനെ പ്രഷർ കൂടുവാണെങ്കിൽ ഈ ആർട്ടിക്കുലർ ഡിസ്ക് അറിയാതെ ഡിസ്ലോഡ്ജ് ആയി പോകും, ഈ പ്ലേസിൽ നിന്ന് ഡിസ്ലോഡ്ജ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഡിസ്ലോഡ്ജ് ആയാൽ ഈ മാൻഡിബിളിന് പ്രോപ്പറായിട്ട് എന്താണ് മൂവ്മെന്റ് നടക്കാൻ പറ്റുമോ? ഇല്ല. ഫോർ പ്രോപ്പർ മൂവ്മെന്റ് ഓഫ് ദ മാൻഡിബിൾ, നമ്മുടെ ജോ മൂവ്മെന്റ്സിന് ഈ ആർട്ടിക്കുലർ ഡിസ്ക് ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡിസ്ലോഡ്ജ് ആയാൽ പ്രോപ്പർ മൂവ്മെന്റ് നടക്കത്തില്ല, അപ്പോൾ ലോക്ക് ജോ ആയി പോകും, എന്ന് വെച്ചാൽ വായ ഇങ്ങനെ സ്റ്റക്ക് ആയി പോകും. ഓക്കെ, അപ്പം പിന്നെ അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനുവൽ റിഡക്ഷൻ ആണ്. അപ്പോൾ നൗ യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. നമ്മുടെ രാമു ആയിരുന്നില്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? ഇവിടെ രാമുവിൻ്റെ ജോ എന്ത് പറ്റി? ലോക്കായി പോയി. അപ്പോൾ അവർ ചോദ്യം ചോദിച്ചത് എന്താണ്? ഏത് മസിലാണ് ഈ ആർട്ടിക്കുലർ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടത്? എന്ത് മസിലിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ ലോക്ക് ജോ ഉണ്ടാവുന്നത്? ആൻസർ എന്താ? വെരി ഗുഡ് മാൻ, വെരി ഗുഡ്. ലാറ്ററൽ ടെറിഗോയിഡ്, ലാറ്ററൽ ടെറിഗോയിഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. Stay positive, be happy. Please give me the feedback. And yeah, God bless you all. Stay fit, stay healthy. Bye-bye. See you next class. Bye.